10 കുട്ടികളടക്കം 41 പേരുടെ ജീവനെടുത്ത കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ടി.വി.കെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജുഡീഷ്യൽ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ടി.വി.കെ റാലികൾ തടയണമെന്നാവശ്യപ്പെട്ട് പരിക്കേറ്റവരിൽ ഒരാൾ നൽകിയ ഹർജിയും കോടതി പരിഗണിക്കും. ഇതിനിടെ വിജയുടെ ചെന്നൈയിലെ വീടിന് നേർക്ക് ബോംബ് ഭീഷണിയുമുണ്ടായി. വിജയ് കരൂർ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ തുടരുന്നതിനിടെയാണ് ഭീഷണി സന്ദേശം എത്തിയത്. കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണമോ CBI അന്വേഷണമോ വേണമെന്നാണ് ടി.വി.കെയുടെ ആവശ്യം. തമിഴ്നാട് പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും ഗൂഢാലോചന നടന്നെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളുണ്ടെന്നുമാണ് ഹർജിയിലെ ആരോപണം. പൂജ അവധിയാണെങ്കിലും അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഹർജി പരിഗണിക്കുന്നത്. പരിപാടിക്കിടെ പവർ കട്ട് ഉണ്ടായെന്ന ടി.വി.കെയുടെ ആരോപണം തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് തള്ളി. വിജയ് എത്തുന്നതിന് അല്പസമയം മുമ്പാണ് വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മരങ്ങളിലും മേൽക്കൂരകളിലും കയറിയിരുന്നവരെ താഴെ ഇറക്കാനായിരുന്നു എന്നും ഉടൻ തന്നെ വൈദ്യുതി പുനഃസ്ഥാപിച്ചുമെന്നും വിശദീകരണം. അപകടത്തിന് തൊട്ടുമുമ്പ് കല്ലേറുണ്ടായെന്ന വാദം ADGP D. ഡേവിഡ്സൺ തള്ളിയിരുന്നു. ഇതിനിടെ വിജയുടെ ഈസ്റ്റ് ചെന്നൈയിലെ വീട്ടിൽ ബോംബ് ഭീഷണിയെത്തി. ഞായറാഴ്ച രാത്രി വൈകിയാണ് വീട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന അജ്ഞാത സന്ദേശം എത്തിയത്. പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ ഒന്നും കണ്ടെത്താനായില്ല. വിജയുടെ കരൂർ സന്ദർശനം സംബന്ധിച്ച് ടി.വി.കെയിൽ കൂടിയാലോചനകൾ തുടരുന്നതിനിടെയാണ് ബോംബ് ഭീഷണിയെത്തിയത്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വീട്ടിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ ഭാഗമായി ദുരന്തഭൂമി സന്ദർശിച്ച ജസ്റ്റിസ് അരുണ ജഗദീശൻ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. ആശുപത്രിയിലെത്തി പരിക്കേറ്റവരിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുത്തു. അപകടത്തിൽ ടി.വി.കെ കരൂർ ജില്ലാ സെക്രട്ടറി അടക്കം 2 സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അതേസമയം വിജയ്ക്കെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്നാണ് DMK-യിലെ ധാരണ. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.